ഹായ് പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് കന്യാകുമാരി ജില്ലയുടെ തെക്ക് ഭാഗത്തുള്ള തമിഴ്നാടിൻ്റെ അതിമനോഹരമായ ഒരു ചെറുനഗരത്തിലാണ്. കേട്ടിട്ടുണ്ടായിരിക്കും. ഈ പ്രദേശത്തിൻ്റെ പേര് ആരുവായ്മൊഴി എന്നാണ്. ആരുവായ്മൊഴി എന്ന് വെച്ചാൽ കാറ്റിൻ്റെ മന്ദമാരുതൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. എന്ന് മാത്രമല്ല, ആരുവായ്മൊഴിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ വിൻഡ് മിൽസ് കാറ്റാടിപ്പാടങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ആരുവായ്മൊഴിയിലാണ്. 1500 മെഗാവാട്ട് വൈദ്യുതിയാണ് ആരുവായ്മൊഴിയിലെ ഈ ഭൂപ്രദേശത്ത് നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നത്. പ്രകൃതിയുമായി ബന്ധപ്പെട്ട് പ്രകൃതിയോട് ഇണങ്ങി നിന്നുകൊണ്ട് ഊർജ്ജ ഉൽപ്പാദനത്തിൽ വലിയ വിപ്ലവം തന്നെ സൃഷ്ടിച്ചെടുക്കാൻ ആരുവായ്മൊഴി എന്ന് പറയുന്ന ഭൂപ്രദേശത്തിന് സാധിക്കുന്നുണ്ട്. എനിക്ക് ചുറ്റുപാടുമായിട്ട് പ്രിയപ്പെട്ടവർ കാണുന്നുണ്ടായിരിക്കും, പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായിട്ടുള്ള ഭൂപ്രദേശമാണ്. പശ്ചിമഘട്ട മലനിരകളുടെ താഴ്വരയിലുള്ള അതിമനോഹരമായ ഭൂപ്പാടങ്ങളും അതിമനോഹരമായ വയലുകളും അതിമനോഹരമായ ഭൂപ്രദേശങ്ങൾ നിറഞ്ഞ ആരുവായ്മൊഴി. എപ്പോഴെങ്കിലും എത്തിച്ചേരാൻ പറ്റുമെങ്കിൽ ആരുവായ്മൊഴിയിൽ ഒന്ന് എത്തിച്ചേരണം. ആരുവായ്മൊഴിയിൽ നമ്മൾ എത്തിച്ചേരുമ്പോൾ ആരുവായ്മൊഴിയിൽ മനോഹരമായ ഒരു ഒരു മല കാണാൻ സാധിക്കും. മല കയറി മുകളിലേക്ക് വരുമ്പോൾ മലയിൽ ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രമുണ്ട്. ആ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ ചുറ്റുപാട് നോക്കുമ്പോൾ പശ്ചിമഘട്ടത്തിൻ്റെ അതിബൃഹത്തായ മലനിരകൾ നമുക്ക് കാണാൻ സാധിക്കും. പ്രകൃതി കെട്ടിയ ഒരു കോട്ട പോലെ ആരുവായ്മൊഴിക്ക് ചുറ്റുപാടുമായിട്ട് പശ്ചിമഘട്ട മലനിരകൾ അല്ലെങ്കിൽ സഹ്യപർവ്വതം നമുക്ക് കാണാൻ സാധിക്കുന്നു. സഹ്യപർവ്വതത്തിലേക്ക് സഹ്യപർവ്വതത്തിൽ നിന്ന് കടന്നു വരുന്ന കാറ്റിനെ പരമാവധി വൈദ്യുതിയാക്കി മാറ്റുവാൻ ആരുവായ്മൊഴിയിൽ സാധിക്കുന്നുണ്ട്. അത് വളരെ വലിയ ഊർജ്ജ ഉൽപ്പാദന രംഗത്തെ ഒരു വിപ്ലവമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. എന്ന് മാത്രമല്ല, ആരുവായ്മൊഴിക്ക് അതിബൃഹത്തായ ഒരു ചരിത്രവും പാരമ്പര്യവുമുണ്ട്. നമ്മുടെ കേരളം രൂപീകരിക്കുന്നതിന് മുമ്പ് ഈ കന്യാകുമാരി എന്ന് പറയുന്ന പ്രദേശം തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്നു. കേരളം രൂപീകരിക്കപ്പെട്ട സമയത്ത് ഈ തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന 4 താലൂക്കുകളെ വിഭജിച്ചുകൊണ്ട് അത് തമിഴകത്തിന്, ഇപ്പോഴത്തെ തമിഴ്നാടിന് വിട്ടുകൊടുക്കുകയുണ്ടായി. അങ്ങനെ തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന അല്ലെങ്കിൽ പഴയ കേരളത്തിൻ്റെ ഭാഗമായിരുന്ന കൽക്കുളം, വിളവൻകോട്, തോവാള, അഗസ്തീശ്വരം എന്നീ 4 താലൂക്കുകളെയാണ് വിഭജിച്ച് തമിഴകത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയത്. അതിൽ തന്നെ തോവാള താലൂക്കിൻ്റെ ഭാഗമായിരുന്നു ഈ ഭൂപ്രദേശം. ആരുവായ്മൊഴി എന്ന് പറയുന്ന പ്രദേശം കാറ്റിൻ്റെ ഒരു വലിയ കേന്ദ്രമാണ് ആരുവായ്മൊഴി. കണ്ണത്താ ദൂരത്തോളം അതിബൃഹത്തായ രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന കാറ്റാടിപ്പാടങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. മുപ്പന്തൽ വിൻഡ് ഫാംസ് എന്നാണ് ഇതിനെ പൊതുവായിട്ട് അറിയപ്പെടുന്നത്. മുപ്പന്തൽ വിൻഡ് ഫാംസിൻ്റെ ഭാഗമായിട്ടുള്ള ഭൂപ്രദേശങ്ങളിലാണ് നമ്മളിപ്പോൾ കാഴ്ചകൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. എപ്പോഴെങ്കിലും ഒരു ദിവസം എല്ലാവരും തീർച്ചയായും ഇവിടേക്ക് വരണം. ഒരു ദിവസം നമുക്ക് പൂർണ്ണമായിട്ടും ചുറ്റിക്കറങ്ങി കുടുംബത്തോടൊപ്പം സന്തോഷമായിട്ട് എത്തിച്ചേരാൻ സാധിക്കുന്നതും കണ്ണിന് കുളിർമ നൽകുന്നതുമായ നിരവധി കാഴ്ചകൾ നമുക്ക് ആരുവായ്മൊഴിയിൽ കാണാൻ സാധിക്കും. ആരുവായ്മൊഴിയുടെ ചരിത്രവും പാരമ്പര്യവും ഇവിടെ അവസാനിക്കുന്നില്ല. തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തോളം തന്നെ ആരുവായ്മൊഴിക്കും പ്രാധാന്യമുണ്ട്. ആരുവായ്മൊഴിക്ക് സമീപത്തായിട്ട് ഒരുപക്ഷെ കൂട്ടുകാർ കേട്ടിട്ടുണ്ടായിരിക്കും, തോവാള എന്നൊരു ഭൂപ്രദേശമുണ്ട്. തോവാളയുടെ ഏറ്റവും വലിയ പ്രത്യേകത അവിടുത്തെ പുഷ്പകൃഷിയാണ്, പുഷ്പ മാർക്കറ്റാണ്, പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭൂപ്രദേശമാണ്. ഇവിടെ എത്തിച്ചേരുക, ഇവിടുത്തെ കാഴ്ചകൾ കാണുക. ഇവിടുത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഈ പ്രദേശത്തെ നമുക്ക് കൂടുതൽ മനസ്സിലേക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കട്ടെ. എല്ലാവർക്കും താങ്ക് യു.